വാട്സപ്പ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് BYM1 മൈക്കാണ്. സോ ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ അൺബോക്സിലോട്ട് ഞാനത് ഓർഡർ ചെയ്ത് ആക്ച്വലി ആമസോണിൽ നിന്നാണ്. സോ ഓർഡർ ചെയ്തിട്ട് ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കായിട്ട് പിന്നെ ഞാനത് എന്താ പറയുക പാക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ നോർമൽ എമൗണ്ട് അല്ലെങ്കിൽ നോർമൽ റേറ്റ് ചോദിക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1200 സംതിങ് നോർമലി ആമസോൺ സൈറ്റിലുണ്ട്. പക്ഷേ എനിക്കിത് കിട്ടിയത് ഒരു 800 രൂപയ്ക്കാണ്. സോ ലൈക്ക് ഒരു ഓഫർ ഉണ്ടായിരുന്നു, ലൈക്ക് ഈ ഒരു നവംബർ മന്തിൽ ഓഫർ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ടൈമിലാണ് ഞാൻ ആക്ച്വലി ഇത് പർച്ചേസ് ചെയ്തത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്, വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. സോ ഇവിടെ കട്ട് ചെയ്ത് കാണാമല്ലോ. സോ ഇവിടെ ഇങ്ങനെ ആക്ച്വലി സെലോ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ടൈം ഇവിടെയും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാക്കിംഗ് ഒക്കെ കുഴപ്പമില്ല, നല്ലൊരു കാർഡ്ബോർഡിൻ്റെ അകത്ത് അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്താണ് ആക്ച്വലി മൈക്കിൻ്റെ ബോക്സ് ഉള്ളത്. സോ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ഇത് ബില്ലും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ഇത് ആക്ച്വലി ബില്ലാണ്. സോ ഇത് കണ്ടില്ലേ. സോ ഇതിൻ്റെ നോർമൽ ഞാൻ വാങ്ങിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 779 രൂപയ്ക്കാണ് ആക്ച്വലി ഞാൻ ഇത് ഓർഡർ ചെയ്തത്. സോ നോർമൽ എമൗണ്ട് എനിക്ക് തോന്നുന്നു ഇതിന് 1200 സംതിങ് എന്തോ എമൗണ്ട് വരുന്നുണ്ട്. സോ ആമസോണിൻ്റെ പാക്കിംഗ് ഇതാണ്. സോ അവർ ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് ജസ്റ്റ് അതിൽ ഓപ്പൺ ചെയ്തു, മീൻസ് അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ ബോയയുടെ മൈക്ക് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഫിക്സ് ചെയ്താണ് ആക്ച്വലി അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആക്ച്വലി ഇതാണ് ആ ബോക്സിൽ നിന്ന് കിട്ടിയ ഒരു പ്രൊഡക്റ്റ്. സോ ഇവിടെ ഒരു ബാർകോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ ബോയയുടെ ഒരു സിമ്പിളും ദെൻ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു തിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സോ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. സോ ലൈക്ക് ഇത് വന്ന് ലാവലിയർ മൈക്രോഫോണിൻ്റെ പ്രോഡക്റ്റാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ എന്തായാലും നല്ലൊരു എന്താ പറയുക ഒരു പ്രീമിയം ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യാം എന്തായാലും. ഓക്കെ, സോ ആക്ച്വലി ഇതാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ്. ഒരു പൗച്ചിൻ്റെ അകത്താണ് എൻ്റെ ബോക്സും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു മൈക്രോഫോണും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. സോ ഈ ബോക്സിൻ്റെ അകത്ത് വേറെ എന്താ ഉള്ളത്? ഓക്കെ, സോ ഇതാണ് ബോക്സ് മാറ്റി വെക്കാം. ഓക്കെ, സോ നമുക്ക് ഒരു വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇതെന്തായാലും മാറ്റി വെക്കാം. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്കൊരു യൂസർ മാനുവലും ഒരു ബുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും ഇതൊക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കുക, വാങ്ങുന്നത് എന്തായാലും റീഡ് ചെയ്ത് നോക്കുക. അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോയ മൈക്കാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാമല്ലോ. ഫസ്റ്റ് തന്നെ നമ്മുടെ ആ ഒരു ലെങ്തി കേബിളും അതുപോലെ മൈക്കിൻ്റെ ആ ഒരു അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ മൈക്കിൻ്റെ ലെങ്ത് കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാം. സോ അതുപോലെ വേറെ ഇതിൻ്റെ അത് ഈ പൗച്ചിൻ്റെ അത് വേറെ ഒന്നും വന്നിട്ടില്ല, നമുക്കിത് മാറ്റി വെക്കാം. ഒരു സിലിക്ക ജെൽ വന്നിട്ടുണ്ട്. സോ ഹ്യൂമിഡിറ്റിയും മോയ്സ്ചറും കണ്ടൻറ്റൊക്കെ അബ്സോർവ് ചെയ്യാനായിട്ടായിരിക്കണം. സോ ഒരു സിലിക്ക ജെൽ വന്നിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കവറാണ്. സോ ഈ കവറിൻ്റെ അകത്ത് എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കൊരു പിന്ന് വന്നിട്ടുണ്ട്. സോ ഇത് ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷർട്ടിലും കോൺസെപ്റ്റിലൊക്കെ ജസ്റ്റ് അത് പിൻ ചെയ്യാനായിട്ടാണ്. മൈക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യും, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു അഡാപ്റ്ററാണ്. സോ ഇത് വേറെ ഒന്നുമില്ല. ഓക്കെ, നമ്മുടെ ഈ 3mm ജാക്കറ്റ് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ആംപ്ലിഫയർ അല്ലെങ്കിൽ മൈക്ക് അഡാപ്റ്റർ കോൺസെപ്റ്റ് ഡയറക്റ്റ് ആംപ്ലിഫയറിലോട്ടൊക്കെ കണക്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു അഡാപ്റ്റർ കൊടുത്തിരിക്കുന്നത്. സോ നമുക്കിതിൻ്റെ ആവശ്യമില്ല, നമുക്ക് എന്തായാലും ഇത് റിമൂവ് ചെയ്യാം. ഓക്കെ, സോ പിന്നെ വന്നിരിക്കുന്നത് ഒരു വിൻഡ് പ്രൊട്ടക്ടറാണ്. സോ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ മൈക്കിൽ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്കൊരു ബാറ്ററി വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഒരു പവറുള്ള ബാറ്ററി വന്നിട്ടുണ്ട്. ആ ബാറ്ററി നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ളതാണ്.
ഓക്കെ, സോ ആക്ച്വലി ഈ ഒരു അൺബോക്സിങ് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഡയറക്റ്റ് നമ്മുടെ മൊബൈൽ ക്യാമറയിൽ തന്നെയാണ്. സോ അതുപോലെ തന്നെ അതിൽ മൈക്കും കാര്യങ്ങളൊന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സൗണ്ടിൻ്റെ ഡിഫറൻസും നമ്മൾ ബോയ മൈക്ക് കണക്ട് ചെയ്തിട്ട് വരുന്ന ഒരു സൗണ്ടിൻ്റെ ഡിഫറൻസും നിങ്ങൾക്ക് ഇതിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഈ ഒരു ക്ലിപ്പ് നമുക്ക് മൈക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. സോ അതിനായി ആക്ച്വലി ഇവിടെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ചെറുതായിട്ടൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, സോ ഈ ഒരു പിന്നിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി മെറ്റൽ പീസാണെന്ന് തോന്നുന്നു. സോ എന്തായാലും പ്ലാസ്റ്റിക് അല്ല, മെറ്റൽ പീസ് ആണ്. സോ അതുപോലെ ഈ വയറും കാര്യങ്ങളൊക്കെ നല്ലൊരു ക്വാളിറ്റി വരുന്നുണ്ട്. ദെൻ ഈ വരുന്നത് നമ്മുടെ ഒരു ഇലക്ട്രോണിക് കണ്ടൻസറാണ്. നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ ക്വാളിറ്റി നോക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ മെറ്റൽ പീസാണ്. സോ പ്ലാസ്റ്റിക് അല്ല, മെറ്റലാണ്. നിങ്ങൾക്ക് മനസ്സിലാവും, മെറ്റൽ പീസാണ് ആക്ച്വലി വന്നിട്ടിരിക്കുന്നത്. ദെൻ ഒരു നല്ല ലെങ്ത് ഉള്ള ഒരു കേബിളാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് നമുക്ക് എത്ര ഒരു മാക്സിമം എന്താ പറയുക, നമുക്ക് ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് മാക്സിമം ലെങ്ത് കിട്ടാനുള്ള ഒരു യൂസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ കണ്ടത്, ഇത് ഓപ്പൺ ചെയ്ത മീൻസ് ഈ ഒരു ടേപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് എഗെയിൻ നമ്മൾ എന്താ പറയുക ചുരുട്ടി വെക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഫുൾ ആൻഡ് ഫുള്ള് കെട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഡിസഡ്വാൻറ്റേജ് ഇല്ലെങ്കിൽ എന്താ പറയുക ഒരു നെഗറ്റീവ് സൈഡ് ഇതിനുണ്ട്. സോ അത് ആക്ച്വലി നെഗറ്റീവ് സൈഡ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ടോട്ടലി പറയുമ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ അടുത്ത് എന്തായാലും നമുക്ക് ഈ ഒരു വിൻ പ്രൊട്ടക്ടർ നമുക്ക് ഡയറക്റ്റായിട്ട് മൈക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, സോ എന്തായാലും നമ്മൾ ഫുൾ ആൻഡ് ഫുള്ള് മൈക്കിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ മൈക്ക് ടീഷർട്ടിൻ്റെ ഹോൾഡർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ തന്നെ ഇൻസേർട്ട് ചെയ്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ മാറാണ്ട് നമുക്ക് കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. സോ അടുത്ത് ഈ ഒരു 3mm ജാക്കറ്റിൻ്റെ ഒരു എന്താ പറയുക ക്വാളിറ്റി പറയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ള് ഗോൾഡ് കളർ വന്നിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു കണക്ടിവിറ്റി നമുക്ക് അതിൽ നിന്ന് കിട്ടും. സോ ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇതിൽ ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ബാറ്ററി ഇൻസേർട്ട് ചെയ്യാനായിട്ട് ആക്ച്വലി നമുക്ക് ഈ ഒരു ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്, നമ്മളിതിങ്ങനെ ഇടത്തോട്ട് ഊരിയാൽ മതി. ഓക്കെ, സോ ഒരു കഴിയുമ്പോഴത്തേനും ആക്ച്വലി ഇവിടെ ഒരു പോർഷൻ കാണും, നമ്മളിവിടെ ഡയറക്റ്റായിട്ട് ബാറ്ററി എടുക്കുന്നു. സോ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഭാഗം വരുന്നുണ്ടല്ലോ, അവിടെ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. നമ്മൾ ഇങ്ങനെ തന്നെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സോ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ക്ലോസ് ചെയ്തേക്കാം. സോ നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ഇവിടെ ക്യാമറ ദെൻ അതുപോലെ ഓഫ് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ DSLR അങ്ങനെയുള്ള ക്യാമറയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്യാമറയിൽ സോ അതായത് ഈ ടോഗിൾ സ്വിച്ച് ഇങ്ങോട്ട് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെയാണ് കണക്ട് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തിടണം. സോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സപ്പോസ് ഇത് നമ്മൾ മാറ്റി കണക്ട് ചെയ്തു, അതായത് ക്യാമറയിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ സ്വിച്ച് നമ്മൾ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ വോയിസ് ഒന്നും റെക്കോർഡ് ചെയ്യില്ല. അതേസമയം നമ്മൾ സെൽഫോണിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറയിലാണ് ഈ ഒരു എനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടിൽ ഓഡിയോ മിക്സ്ഡ് ഉണ്ടായിരിക്കില്ല, അതായത് ഓഡിയോ അതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കണക്ടിവിറ്റി ഇല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ നമ്മൾ വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും നോക്കേണ്ടതാണ്. ദെൻ അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക ഈ ബാറ്ററി ഇടണമെന്ന് തന്നെ ഇല്ല കേട്ടോ. സോ ഈ ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്തിട്ട് സോ ആക്ച്വലി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സെൽഫോണാണ്, സോ ക്യാമറ യൂസ് ചെയ്യുന്നില്ല. സോ അപ്പോൾ ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നതാണ്. സോ അപ്പോൾ എന്തായാലും നമുക്ക് ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്യാം. നല്ല ടൈറ്റാണ്, പുതിയതായോണ്ടായിരിക്കണം. നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ലെങ്തും ഈ ഒരു വയറിൻ്റെ ലെങ്തും കാര്യങ്ങളും ഞാനിപ്പോൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കാണിക്കാം. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു ടേപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം. then ഇതിൻ്റെ ലെങ്തും നോക്കാം എന്തായാലും ഉണ്ടെന്നുള്ളത്. ഓക്കെ, സോ എഗെയിൻ ഒരു വയർ നമുക്ക് ഇവിടെ ടൈ ചെയ്ത് വന്നിട്ടുണ്ട്. സോ നമ്മളത് റിമൂവ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു മൈക്കിൻ്റെ അടുത്ത് നമുക്കൊരു ടൈ വന്നിട്ടുണ്ട്, നമ്മളത് റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് എന്താ ആക്ച്വലി തിങ്ക് ചെയ്യാൻ പറ്റും. സോ ആക്ച്വലി ഇവിടെ ഇത്ര ലെങ്ത് തന്നിട്ടുണ്ട്, പിന്നെ എന്തിനാണ് ഇവിടെ ഇത്രയും ലെങ്ത് തന്നിരിക്കുന്നത് ചോദിക്കാം. സോ ആക്ച്വലി ഇത് നമ്മുടെ ഷർട്ടിൻ്റെ ഒക്കെ കോളറിലാണ് ആക്ച്വലി ഇൻസേർട്ട് ചെയ്യാം. ഈ ഒരു തിങ് എന്ന് പറയുന്നത് നോർമലി നമ്മളിപ്പോൾ എന്താ പറയുക ഒരു വ്ളോഗ് ചെയ്യുന്ന സമയമാണ് അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസിൽ സെൽഫോണും അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയും
അതുപോലെ തന്നെ ഈ ഒരു മൈക്കും നിൽക്കുന്ന മീൻസ് ഷൂട്ട് ചെയ്യുന്ന ആളും കുറച്ച് ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ആൻഡ് ഫുൾ നമ്മൾ ആ പേഴ്സൻ്റെ കയ്യിലായിരിക്കും ഉണ്ടാകുക. സോ അതായത് ഇത് നമ്മൾ കോളറിൽ ഇൻസേർട്ട് ചെയ്യും. ഇത് നമ്മൾ നമ്മുടെ പാൻറ്റിലോ അല്ലെങ്കിൽ എന്താ പറയുക ഷർട്ടിൻ്റെ അടിയിലോ അങ്ങനെ എവിടെയും നമ്മൾ ഒരു പിന്ന് തന്നിട്ടുണ്ട്. സോ ഇതിങ്ങനെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ ആക്ച്വലി നമ്മൾ ആ ഒരു വയറും കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെയാണ് ആക്ച്വലി മൈക്ക് ഇരിക്കുന്നത്. സോ മൈക്കിൽ നിന്ന് ഇത്രയും ദൂരത്തിലാണ് ആ ഒരു കണ്ടൻസർ അല്ലെങ്കിൽ ആ ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ ആ ഒരു കിറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അതുപോലെ തന്നെ വയറിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. സോ ഇപ്പോൾ കുറച്ചുകൂടെ ചുരുണ്ട് കിടപ്പുണ്ട്. സോ അങ്ങനെയാണെങ്കിലും നല്ലൊരു ഡിസ്റ്റൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ അൺബോക്സിംഗ് എല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഇപ്പോൾ ആക്ച്വലി നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ മൊബൈലിൽ വേറെ ഒരു ഡിവൈസും, അതായത് ഒരു മൈക്കും കണക്ട് ചെയ്യാണ്ട് ഡയറക്റ്റ് മൊബൈൽ ക്യാമറയിലുള്ള മൈക്കിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും ഈ ഒരു സെക്ഷൻ മീൻസ് ഈ ഒരു പിൻ അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസ് കൂടെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് നോക്കാം. ഓക്കെ, സോ ആക്ച്വലി ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്ത Boya M1ൻ്റെ മൈക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്ത് ആ ഒരു മൈക്കിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുന്ന സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. സോ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ സോ ആക്ച്വലി നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത സൗണ്ട് നമ്മൾ ഇതിന് മുന്നേ റെക്കോർഡ് ചെയ്ത സൗണ്ടും ദെൻ Boya M1 മൈക്ക് കണക്ട് ചെയ്ത സൗണ്ടും തമ്മിൽ നമ്മൾ ചെക്ക് ചെയ്ത് വീഡിയോ ക്ലിപ്പ് ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് വലിയ ഒരുപാട് ക്ലാരിറ്റി മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ ആക്ച്വലി സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റൻ്റായിട്ട്, അതായത് നമ്മുടെ സെൽഫോണിൽ വന്നിരിക്കുന്ന ഒരു ക്യാമറയിൽ അതിൽ എക്സ്റ്റേണൽ മൈക്ക് ആക്ച്വലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ മീൻസ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊരു മൈക്ക് കണക്ട് ചെയ്താലും അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ. സോ അതായത് ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ദെൻ അത് കഴിഞ്ഞ് ആ ഇൻസ്റ്റാൾ ചെയ്ത ആ ആപ്ലിക്കേഷനിൽ നമ്മൾ പ്രോപ്പറായിട്ട് കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട്. അത് മാറ്റിക്കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്തായാലും ചെക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഓപ്പൺ ക്യാമറ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുക സെർച്ച് ചെയ്യുക, ലൈക്ക് ഓപ്പൺ ക്യാമറ. സോ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. സോ ലൈക്ക് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. സോ അധികം എന്താ പറയുക സൈസും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു 2 MB അടുത്ത് വരുന്നുള്ളൂ. സോ നമ്മളത് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ ആക്ച്വലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആക്ച്വലി വിഷ്വൽസും ദെൻ അതുപോലെ തന്നെ ആ ഒരു ഓഡിയോയും നിങ്ങൾ ഡയറക്റ്റായിട്ട് ഓപ്പൺ ക്യാമറയിൽ നിന്ന് വരുന്ന ഒരു ഓഡിയോ ആണ് നിങ്ങൾ കേൾക്കുന്നത്. സോ അതായത് ഓഡിയോയും വീഡിയോയും രണ്ട് നിങ്ങൾ ഓപ്പൺ ക്യാമറയിൽ നിന്ന് വരുന്ന ഒരു ഔട്ട്പുട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ ഇപ്പോൾ ഇതിൽ ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല. സോ നമുക്ക് എന്തായാലും മൈക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ എന്തായാലും മൈക്ക് കണക്ട് ചെയ്യുന്നതിന് മുന്നേ ചെറിയൊരു ചേഞ്ചസ് അല്ലെങ്കിൽ ചെറിയ സെറ്റിങ്സിൽ ഈ ഓപ്പൺ ക്യാമറയിൽ തന്നെ ഉള്ള സെറ്റിങ്സിൽ ചെറിയൊരു ചേഞ്ചസ് നിങ്ങൾ വരുത്തണം. സോ അപ്പോഴാണ് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുക. സോ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഇതിൽ ഇനി ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലെഫ്റ്റ് കോർണറിൽ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ നമ്മൾ നോക്കുകയാണെന്നുള്ളത് മനസ്സിലാവും. അതിൻ്റെ അകത്ത് ഫോട്ടോസ് ആൻഡ് വീഡിയോ സെറ്റിങ്സിൻ്റെ അകത്ത് വീഡിയോ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ടാവും. സോ നമ്മൾ അത് ചൂസ് ചെയ്യുക. അത് ചൂസ് ചെയ്തിട്ട് സോ ഡയറക്റ്റായിട്ട് താഴോട്ട് വരുന്ന സമയത്ത് ഓഡിയോ സോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ലൈക്ക് റെക്കോർഡ് ഓഡിയോ, അതിൻ്റെ താഴെ ഓഡിയോ സോഴ്സ് ഉണ്ടാവും. സോ കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. ലൈക്ക് റെക്കോർഡ് ഓഡിയോ എന്ന് കിടക്കുന്ന പോർഷനിൽ എനേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ നമ്മളത് എനേബിൾ അല്ലെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓഡിയോ സോഴ്സിൻ്റെ അത് ഡയറക്റ്റായിട്ട് നമ്മൾ നോക്കുമ്പോൾ ക്യാം കോഡർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാകുക. സോ നമ്മളത് ചേഞ്ച് ചെയ്തിട്ട് എക്സ്റ്റേണൽ മൈക്ക് ബ്രാക്കറ്റ് ഈ പ്രസൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. സോ നമ്മൾ അതിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോഴാണ് നമ്മൾ ഡയറക്റ്റായിട്ട് എന്താ പറയുക ഓപ്പൺ ക്യാമറയിൽ നമ്മൾ എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. സോ ഇത്രേ ഉള്ളൂ അതിൻ്റെ കണക്ഷൻസും അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഡൗൺലോഡ് ചെയ്യുന്ന പോർഷൻസും അതിൽ ഓപ്പൺ ക്യാമറയിൽ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യേണ്ട ഭാഗങ്ങൾ ഇത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ആക്ച്വലി ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ക്യാമറയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ബോയയുടെ മൈക്ക് നമ്മൾ ഓപ്പൺ ക്യാമറ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഒരു ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന്. ആക്ച്വലി നമ്മുടെ ഇപ്പോൾ ഈ റൂമിൽ ആക്ച്വലി ഫാൻ റൺ ആവുന്നുണ്ട്. സോ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മൈക്ക് എന്താ പറയുക നോയിസ് ക്യാൻസലേഷൻ ചെയ്ത് തരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അതുപോലെ തന്നെ നമുക്ക് എന്തായാലും ഒരു ഔട്ട്ഡോർ വെളിയിൽ ഉള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതെങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിതിൻ്റെ ബാലൻസ് വീഡിയോസ് നമുക്ക് കാണാം. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ആ Boya മൈക്ക് കണക്ട് ചെയ്യാണ്ട് ഓപ്പൺ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. സോ ഇതിൻ്റെ സൗണ്ടും ക്ലാരിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ സൗണ്ടും ക്ലാരിറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ, അതായത് നെക്സ്റ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു സൗണ്ട് ക്ലാരിറ്റിയാണ് ആക്ച്വലി നമ്മുടെ ബോയ മൈക്ക് സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിന് വരുന്നൊരു ഔട്ട്പുട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോർമൽ നമ്മുടെ ഫോണിലുള്ള ക്യാമറയിൽ ബോയ മൈക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഓപ്പൺ ക്യാം എന്ന് പറഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ഞാൻ കാണിച്ച സെറ്റിംഗ്സും ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു നല്ല ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഫ് യു ലൈക്ക് മീൻസ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ ബൈ.